നീ വെറുതെ ആമനെ കാണിക്കാൻ ഒരു അഭ്യാസം കാണിച്ച് സിസ്പാക്ക് കുളുക്കി കിടന്ന എണ്ണയിടാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 90, 91, 92, 93, 94. നിമ്മി അകത്ത് പോയിടാ. എത്ര ദോശ വേണം? 8 എണ്ണം. ഇതാ 10 എണ്ണം ഉണ്ട്. 8 എണ്ണം മതി. വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, എനിക്കറിയാം. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ടടി? കുറവുണ്ട്. എന്നാ പോയിക്കോ, രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിമ്മി ആ ചമ്മന്തി. വായെടുക്കണ അല്ലെ ഇച്ചൻ കയറിപ്പോവും. പ്രിയപ്പെട്ട നാട്ടുകാരെ, LDF സർക്കാരിന്റെയും മെമ്പറോലത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമായി വർഷങ്ങളായി നാം സ്വപ്നം കണ്ട മിനിയെ നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി ഉടനെ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നമ്മുടെ സ്വന്തം മേൽപ്പാലം. എഞ്ചിനീയർ വരുന്നു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ പ്രമുഖനായ എഞ്ചിനീയർ, സമർത്ഥനായ എഞ്ചിനീയർ തേജസ് വർക്കി നമ്മുടെ പാലം പണിയാൻ എത്തിച്ചേരുന്നതാണ്. ഡിസംബർ 23-ാം തീയതി ക്രിസ്മസ് ആഘോഷവും എഞ്ചിനീയറിന്റെ സ്വീകരണവും നമ്മുടെ കോളനിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പണികൾ വരുന്നത് ഇയാൾക്കുമല്ല പണിക്കും പറ്റൂടെ. എസ്തപ്പാനങ്ങളും LDF പാർട്ടിയും ചേർന്ന് എഞ്ചിനീയറിന് ഈ കോളനിയിൽ വെച്ച് ഒരു സ്വീകരണം നൽകുന്ന വിവരം വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇയാളെ പെനറ്റ് ഞാൻ നടത്തും. പ്രിയമുള്ളവരെ, സഖാവിശിവന്റെയും പാർട്ടിയുടെയും കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ കഠിനാധ്വാനവും പേപ്പർ വർക്കും ചില അഴിമതി വീരന്മാർ തട്ടിയെടുത്തതായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. എങ്കിലും ഈ സന്തോഷവേളയിൽ എല്ലാ ജനങ്ങളും പാർട്ടിയും ഒന്നായി പ്രവർത്തിക്കണമെന്ന് ഞാനും എന്റെ പാർട്ടിയും ആഹ്വാനം ചെയ്യുന്നു. അപ്പം വീതം പറ്റാൻ വന്നതാണല്ലേ? വേറെ വഴിയൊന്നുമില്ലേ, ഒന്ന് രക്ഷിക്കണം. ആലോചിക്കാം. ഞാൻ പറയുന്ന പോലെ സാർ കേൾക്കും. ശരിക്കും ഞാനാ ഇവിടുത്തെ സാറ്. എനിക്ക് കാശ് തരണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പം എല്ലാം ശരിയായോ? സാർ അയാളെ കൈക്കൂലി ചോദിക്കുന്നു. അയാൾ ചോദിക്കുന്നതും കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടത്തില്ല. സാർ അയാൾ ചുമ്മാ പറയുന്നതാ. ഇത്ര ഡീസൻ്റായിട്ട് കൈക്കൂലി വയ്ക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റുള്ളൂ. തന്നെ കളവൻ ഓണക്ക ഫ്രീക്കായി. എവിടെ പോയിരുന്നത് ഇത്ര നേരം? വൈകിപ്പോയി ഷെമി. എന്താ ഇത്ര കലിപ്പ്? ആ താടിക്കിട്ട് ഒരു നമ്പർ ഇട്ട് നോക്കും. വർക്കൗട്ട് ആയില്ല. സാറിനോട് പറഞ്ഞു കൊടുത്തു, ഇനി അതിന് ആരെ കിട്ടുമോ എന്തോ. കാശ് ഉണ്ടടാ, ഞാൻ കൊണ്ടുതരാം. എന്റെ കമ്മീഷൻ വിട്ട് എത്ര വരും നിനക്ക്? 3600. ഞായറാഴ്ച കോളനിയിൽ എഞ്ചിനീയർ സ്വീകരണത്തിന് രൂപ കൊണ്ടുവന്നാൽ മതി. വരാണ്ടിരിക്കാൻ പറ്റുമോ? എഞ്ചിനീയറെ കാര്യങ്ങൾ നോക്കാൻ ഓഫീസിൽ എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പണി വരുന്ന വഴിയേ ഇനിയിപ്പോൾ പാലം പണി കഴിയുന്നത് വരെ നിലത്ത് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അയാളെ കണ്ടോ? ആരെ? എഞ്ചിനീയറെ. വരുന്നൊരു മെസ്സേജ് കണ്ടു. അപ്പൊ സ്വീകരണം അതൊക്കെ കൃഷ്ണ സാർ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ശരിടാ, ഞാൻ പോവാം. എന്തടാ? ഞായറാഴ്ച ലാലിച്ചും കാശ് എന്നാ തിങ്കളാഴ്ച വാങ്ങും. മുത്താടാ നീ. ശരി. മണിയെ കിടാവരുണ്ടാ. അതിന് ഞാനിവിടെ ഇല്ലെന്ന് പറയാക്കാലി. നീ തടവി തലോടെ അവിടെ തേഞ്ഞല്ലടാ, നിനക്കത് വാങ്ങിച്ചൂടെ? ജോസഫ് ഉണ്ടെന്നേ മണിച്ചേട്ടാ? പുറത്തു പോയടാ. ഇപ്പൊ വരോ? വൈകുന്നേരവും എൻ്റെ അടുത്ത് പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. മണിച്ചേട്ടോയ്, ആ കണ്ണാടി കാണുന്ന സാധനത്തിന് എന്ത് വില വരും? ജോസഫേട്ടാ, ചെക്കൻ കണ്ടിങ് പോരെ. കൂടെ താടിക്കുന്നല്ലേ. അവിടെ നിന്നാ പുതിയ കടയലങ്കാരൊക്കെ ഉദ്ഘാടിച്ചാടാ. എന്താടെ?
ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. വെറുതെ അല്ല രണ്ട് വീച്ചായിട്ടിരിക്കുന്നത്. ഒടുക്കത്തെ വിലയിടുമ്പോഴേ ആലോചിക്കണം. മണിച്ചേട്ടാ, ഇതുപോലത്തെ വീൽചെയറൊക്കെ അവിടെ വിലക്കുറവാ? എന്നാ നീ അവിടെ പോയി വാങ്ങടാ. അല്ല കിടാവേ, നീ 1000 രൂപ അഡ്വാൻസ് തന്ന് ഇതിവിടെ വെച്ച് പോയിട്ട് എത്ര മാസം വല്ല പിടുത്തോണ്ടാ ഇല്ലേ? അതങ്ങനെ ആരെങ്കിലും ഇത് തന്നെ വാങ്ങാൻ വരുമ്പോൾ അപ്പം നിന്റെ മുഖങ്ങൾ ഓർമ്മയിൽ വരും. പിന്നെ കൊടുക്കാനും പറ്റില്ല. കുറച്ച് തരണം കേട്ടാ. ഇന്നെന്താ ദിവസം ജോസഫേട്ടാ? ഇത് ചോദിക്കണം നീ ഇങ്ങോട്ട് വന്നേ. പറ ജോസഫേ. ഇന്ന് പോകാനല്ലേ കേട്ടാ. തെറ്റിച്ച് ശനി. ആദ്യം ഇവൻ വന്നപ്പോഴേ എനിക്ക് തോന്നി കണ്ട ശനിയാന്ന്. തിങ്കളാഴ്ച രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കട തുറക്കണം. ഞാനിത് കൊണ്ടുപോകാൻ വരും. അപ്പൊ കാശാടെ റെഡിയാണ്. നിന്റെ അമ്മ സത്യം റെഡിയാണ്. 45 ഫുൾ പേയ്മെന്റ്. സന്തോഷമൊക്കെ കൊള്ളാം, മുങ്ങി ചാകല്ലേ. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? സാറ് വരുമല്ലോ. സാറ് വന്നോളും. നിങ്ങൾ തുടങ്ങിയോ? ഈ നാട്ടുകാരിലെ പ്രധാനമന്ത്രിയാക്കും. നോക്കിയോ, കളർ ബൾബിൽ കുരുങ്ങാതെ പോകണം. കത്തുന്ന ബൾബാണെങ്കിൽ കാശ് എൻ്റെ ആണ്. ഞാൻ മുങ്ങാണേ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതെന്താ? സാറ് ഒരു 7 ദിവസം കഴിയുമെന്ന്. അപ്പൊ ഇവന്റെ അവന്റെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. അവ എനിക്കിട്ട് പണിയാൻ തുടങ്ങിട്ട് നാള് കുറയായി. കാശ് തികഞ്ഞു അല്ലേടാ. കഠിനാധ്വാനി നേടിയെടുത്തു. ഞാനിത് ഇപ്പോഴാ ശ്രദ്ധിച്ചത്. നിന്റെ ഡാൻസ് ഉണ്ടാ? ഡാ, ഈ ഒരുക്കങ്ങൾ നിന്റെ പപ്പ സ്വർഗത്തിരുന്ന് നിനക്കായി ഒരുക്കിയതാ. ആഘോഷിക്കടാ മുത്തേ. ശരിയെന്നാ. ഹലോ ടെസ്റ്റിംഗ്, ഹലോ ടെസ്റ്റിംഗ്, ഹലോ ടെസ്റ്റിംഗ്. താൻ പറയടോ, ടെസ്റ്റ് ചെയ്യാൻ ചെയ്തതാ. പ്രിയമുള്ളവരെ, ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം പള്ളിയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. മാലാഖമാരുടെയും വികാരിയത്തിന്റെ അകമ്പടിയോടുകൂടി അതിവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ആഘോഷം പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ്. കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. മൈക്ക് ഞാൻ നമ്മുടെ കോൺസ്റ്റബിളും കലാകാരനുമായ സ്മിത്തിന് കൈമാറുന്നു. കാക്കിക്കുള്ളിലെ കവി ഹൃദയം കേട്ടിട്ടില്ലേ? കവി സ്മിത്ത്. ഈ ഞാൻ എഴുതി മൈക്കിൾ ജാക്സൺ സംഗീതം നൽകിയ ഈ ക്രിസ്മസ് ഗാനം മൈക്കിൾ ജാക്സണും അമിതാഭ് ബച്ചനും രജനീകാന്തും ചേർന്ന് ആലപിക്കുകയാണ്. ഇതിൻ്റെ വാദ്യോപകരണ സംഗീതം നിർവഹിക്കുന്നത് നമ്മുടെ മാത്തുക്കുട്ടിച്ചായൻ്റെ നല്ലിടയൻ ബാൻഡ് സംഘമാണ്. ആസ്വദിക്കൂ, ആശീർവദിക്കൂ.